അവസാന സീൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ കണ്ണ് പറഞ്ഞു. ഈ വീട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ പുള്ളി 100 അല്ല 150% കോൺഫിഡന്റ് അല്ല. കംബാക്ക് അത് പിന്നെ തിരിച്ചു വന്നു പൊളിച്ചില്ലേ, പിന്നെ തൂക്കേടി ഒന്നും പറയാനില്ല. കണ്ടു നോക്ക് നല്ലോടാ, ആ സത്യമായിട്ടും അതെ. ഇത്രയും നമുക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പം ഉള്ളൊരു പ്രതീക്ഷ അതെങ്ങും തെറ്റിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇതിനകത്ത് ട്രെയിലറിൽ ലാലേട്ടൻ പറയുന്നില്ലേ കോൺഫിഡൻ്റ് അല്ല ഒട്ടുമെന്ന്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ പുള്ളി 100 അല്ല 150% കോൺഫിഡൻ്റ് അല്ല. അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളിയായിട്ടുണ്ട്. ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇറങ്ങി വരുന്നു. പക്കായിട്ട് വർക്കൗട്ടായി, വർക്കൗട്ട് അടിപൊളിയായിട്ട്. ലാലേട്ടൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് ലാലേട്ടൻ. സസ്പെൻസും ടെസ്റ്റും അങ്ങനൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്. നല്ല രീതിയിൽ സാറ്റിസ്ഫൈ, പക്ക വമ്പൻ തിരിച്ചു വരവ്, പൊളിച്ചടിക്കില്ലേ പിന്നല്ല. തുടങ്ങിക്കഴിഞ്ഞു അണ്ണന്റെ ഇത് തുടങ്ങിക്കഴിഞ്ഞു. അയ്യോ അതൊരു ചെറിയ തീപ്പരി ഇതാണ്. ഒത്തിരി മൊമെന്റ്സ് ഉണ്ട്, നല്ല സിനിമയാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. വീട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഗംഭീര ഫിലിം. ഇമോഷൻ ലാലേട്ടൻ സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവൽ. എല്ലാവരും അനശ്വര ബാലനൊക്കെ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഫിലിം. ഈ ക്രിസ്മസിന് നമുക്കൊരു ഗിഫ്റ്റാണ് ഈ സിനിമ. എല്ലാവരും കാണുക, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അത്രമാത്രം നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സിനിമയിൽ. കാണുക, ആസ്വദിക്കുക. നല്ല ഉഗ്രം ക്ലൈമാക്സ്. പടം നല്ല ലെവൽ പടം, സൂപ്പർ പടം. ലാലേട്ടന്റെ തിരിച്ചു വരവ് പടം സൂപ്പർ പടം. ലാലേട്ടൻ സൂപ്പർ പടം. നല്ല 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 ഫിലിം. ലാലേട്ടന് നല്ല കാലത്തെ നല്ല. അതെ അതെ അതെ, അത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അടിച്ച് തകർത്ത് ഞങ്ങൾ പടം കാണാം. ബമ്പർ ഹിറ്റ് പടം. ശക്തമായ തിരിച്ചുവരവ്, നല്ല ശക്തമായ തിരിച്ചുവരവ് തന്നെ. ഫാമിലി ആയിട്ട് കാണാം എന്ന് വെച്ചാൽ ഫാമിലി കണ്ടിരിക്കേണ്ട ഇത്ര പടം അടിപൊളിയായിരുന്നു. ജിത്തു പറഞ്ഞ പോലെ തന്നെ നല്ല പടം. നല്ല പടം, അടിപൊളിയാണ്. കണ്ടു പിന്നല്ല എന്ന് പറയാ. നൈസായിരുന്നു. പറഞ്ഞത് തന്നെ ഇതാക്കി കണക്ട് പറഞ്ഞത് തന്നെ തന്നിട്ടുണ്ട്. ജിത്തു ജോസഫ് പറഞ്ഞത് എന്താണ് ഇമോഷണൽ കൗ ഡ്രാമ, അത് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഓക്കെ, കിട്ടിയായിരുന്നു. സിനിമയിൽ ഇങ്ങനൊരു ചിത്രം ഇതുവരെ വന്നിട്ടില്ല. കറക്റ്റ് സത്യം. ഇപ്പം നിലവിൽ എനിക്ക് സത്യത്തിൽ പറയാൻ പറ്റുന്നില്ല. കാരണം അവസാനത്തെ ഒരു സീന് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത് ലാലേട്ടൻ കിടുക്കല സത്യം. എല്ലാവരും അതാണ് അങ്ങനെ പോകുന്നത്. സൂപ്പർ പടം. തീർച്ചയായിട്ടും. സൂപ്പർ. അതെ അതെ, തീർച്ചയായിട്ടും. ഈ ഡയറക്ഷൻ സൂപ്പർ. മോഹൻലാൽ തിരിച്ചെന്നാലും ഞാൻ പറഞ്ഞില്ലേ, കയ്യെ നോക്കിയാൽ മനസ്സിലാവും. സത്യം, അത്ര സൂപ്പർ ആട്ടാ. അവസാന സീൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ കണ്ണ് പറഞ്ഞു. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം അതാ ഒന്നും മിണ്ടാ പോകുന്നത്. അത്ര സൂപ്പറായിട്ട് തന്നെ ഉഗ്രനായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു ഉഗ്രം തിരിച്ചു വരോ. തീർച്ചയായിട്ടും. ഇനി ലാലേട്ടനെ അറിയാലോ, ഭയങ്കര ഉയർത്തെഴുന്നേപ്പ. ഇമോഷണൽ അത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് അത് തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു കോർട്ട് റൂം ഡ്രാമനെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാമെന്ന് പുള്ളി നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ക്ലൈമാക്സിൽ എടുക്കുമ്പോൾ പടം സെക്കൻഡ് ഹാഫിൽ ആകുമ്പോൾ കുറേ കയ്യടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നൈസായിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുണ്ട്, ഈ ഒരു ഇമോഷണൽ കണക്റ്റ് ആവുന്നുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ട്. ക്ലൈമാക്സിൽ അടുക്കുമ്പോഴാണെങ്കിലും ക്ലൈമാക്സ് ആണെങ്കിലും സിമ്പിളായിട്ടാണ് പോകുന്നത്, പക്ഷെ നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലാണ് പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ജിത്തു ജോസഫിൻ്റെ വേറിട്ടൊരു കഥയാണ് നമ്മൾ കണ്ടത്. സാധാരണ ജിത്തു ജോസഫിൻ്റെ സിനിമകളൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു കഥ. അതിനകത്ത് എല്ലാവരും നല്ലപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജഗദീഷിൻ്റെ ഒരു കഥാപാത്രമാണ്. പിന്നെ കണ്ണ് കാണാതെ അഭിനയിച്ച ആ ഒരു ആക്ടർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എത്തിച്ചത് സിദ്ദിഖിക്കാണ്. ലാലേട്ടൻ അത്യാവശ്യം നല്ലപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു തോന്നിയില്ല. പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കോടതിയാണ്, അന്തരീക്ഷമാണ്. അത് നല്ലപോലെ ജിത്തു ജോസഫ് എടുത്ത് വെച്ചിട്ടുണ്ട്.